പ്രകാശ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഞങ്ങളുടെ ഫാമിലെ വിവരങ്ങൾ കാണിക്കാനുള്ളത് പച്ചക്കറികൾ ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം ഏതെല്ലാം പച്ചക്കറികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാനുള്ളത്. ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇതിലെ ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സജഷൻസ് എന്നോട് പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ മുൻപന്തിക്ക് വരുത്താൻ നിങ്ങളുടെ സഹായം കൂടി എനിക്ക് ആവശ്യമാണ്. ഇതാണ് പ്രകാശ് ഫാമിലേക്കുള്ള വഴി. ഇതിനുള്ളിൽ തന്നെയാണ് സുഷാസ് ഫുഡ് പ്രൊഡക്ട്സ് പ്രവർത്തിക്കുന്നതും. വരും, നമുക്ക് ഫാമിലേക്ക് പോവാം. നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഭാഗത്ത് തക്കാളിയാണ് കൃഷി ചെയ്യുന്നത്. ആ തക്കാളി കൃഷിനെ പറ്റിയിട്ട് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടും നിങ്ങൾക്ക് കാണാം. അതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗങ്ങളിലാണ് നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് ഡ്രാഗൺ ഫ്രൂട്ടും കൃഷി ചെയ്ത് വരുന്നത്. ഈ തക്കാളി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഞങ്ങൾ ഉണ്ടാക്കുന്നതും ഉണ്ട്, അല്ലാതെ നമ്മൾ ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ മേടിക്കാറുണ്ട്. കാരണം നമ്മൾ തൈ പാകി വരുന്ന സമയത്തിൻ്റെ കൊണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തൈകൾ മേടിക്കുന്നത്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടും ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, 2 ഡ്രാഗൺ ഫ്രൂട്ട് ഇടയിൽ നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്നത്. ആദ്യം നിലം ഇറക്കിയാലാണ് ചെയ്തത്. ഇത് 2 വർഷമൊക്കെ ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിൽ കായ്ക്കാറുണ്ട്. ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കായ വരും. അതുപോലെ ഇത് മുഴുവനും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്, ഈ ഭാഗത്ത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചു. അതിനിടയിലാണ് തക്കാളി ചെയ്തിരിക്കുന്നത്. ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിലം ഒരിക്കലാണ് ചെയ്യാറ്. ആദ്യം ഡോളമേറ്റ് ഇട്ടിട്ട് ടില്ലറടിച്ച് ഡോളമേറ്റ് ഇട്ട് വെക്കും. ഒരു ആഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വാരെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ ചകിരിയാണ് വെക്കാറ്. ചകിരി, ഉണങ്ങിയ ചകിരി വെച്ചിട്ട് അതിൻ്റെ മേലെ കമ്പോസ്റ്റ് വളം, ബാക്കിയുള്ള വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഏരി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇടുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ തക്കാളികൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 200ഓളം തക്കാളി തൈ ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആദ്യം ഇപ്പോൾ കുറച്ച് വലിപ്പം വെച്ചു. ഇപ്പോൾ ഏകദേശം 1 മാസമായിട്ടുണ്ട് നമ്മളിത് വെച്ചത് നന്നായി വരും. നമ്മളിപ്പോൾ ഈ തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് ഓരോ ആഴ്ചയിലും ജൈവ രീതിയിൽ മാത്രം ചെയ്യണ കാരണം കൊണ്ട് ഓരോ ആഴ്ചയിലും കഴിയുന്നത് നമ്മൾ വളം ചെയ്യാൻ നോക്കും. ഓരോ ആഴ്ചയിലും വളം ചെയ്യുമ്പോഴേ അതിൻ്റെ രീതിയിൽ കുറച്ച് വളമായിട്ട് ആഴ്ചയിൽ തന്നെ ചെയ്യാൻ നോക്കും. ഒരാഴ്ചയിൽ നമ്മൾ പിന്നെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തോ, അടുത്ത ആഴ്ച നമ്മൾ ജീവാമൃതം കൊടുത്തോ, അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കും. ഒരു പ്രാവശ്യം അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരിക. പിന്നെ ഇതിനൊക്കെ പെട്ടെന്ന് ഈ ഫംഗസൊക്കെ ബാധിക്കുന്നതിന് കാന്താരി മുളക്, മഞ്ഞളും ഒക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. തക്കാളിയുടെ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതാ മൊട്ടിടാൻ തുടങ്ങി. ഇതിൽ കായ വരാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഈ കായ വന്ന് നമ്മൾ ഓരോ ദിവസവും കായ പൊട്ടിക്കുന്ന സമയത്ത് പിന്നെ നമ്മളത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ആ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടി അയൽവാസികളൊക്കെയാണ് ഞങ്ങളുടെ തക്കാളി ഒക്കെ മേടിച്ചു കൊണ്ടുപോകുന്നത്. തക്കാളി നടുന്നതിൻ്റെ മുന്നേ ഇവിടെ വെണ്ടയാണ് നട്ടിരുന്നത്. ഒരു ചെടി നട്ടിട്ട് അതിൻ്റെ സമയം കഴിഞ്ഞാൽ നമ്മൾ വേറെ സാധനമാണ് വെക്കാറ്. അല്ലാതെ ഒരേ സാധനം തന്നെ തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യാറില്ല. ഇവിടെ ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, തക്കാളി കേടുവരാറില്ല. തക്കാളി നമ്മളിപ്പോൾ മേടിക്കുന്ന തക്കാളി കുറച്ച് ദിവസം ഇരുന്നിട്ട് പെട്ടെന്ന് കേടുവരും. ഇത് വളരെയധികം സമയം കഴിഞ്ഞാലും 15 ദിവസത്തിൽ മേലെയൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇവിടെ.
തക്കാളി കേട് വരാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും പുറത്തിരിക്കുന്നത് നല്ല ഒരു കേടും വരാതെ ഇരിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു ഗുണം കിട്ടുന്ന പെട്ടെന്ന് തക്കാളി കേട് വരുന്നില്ല എന്നുള്ള. മറ്റുള്ള അസുഖങ്ങൾ വരുന്ന ചെടികൾക്ക് വേഗം അസുഖം വന്നാലും ഉണ്ടാവുന്ന കായ വളരെ ദിവസം കേടുകൂടാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇപ്പോൾ ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ ഇത്രമാത്രമൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. ഇതിന്ന് നമ്മൾ തൈകൾ പിന്നെ ഉണ്ടാക്കിയിട്ട് തൈകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തൈകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറെയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 100ന്റെ അടുത്ത് തൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര തൈയേ ഉള്ളൂ, പക്ഷേ അപ്പുറത്തേക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി അതേ ഇതിൽ കായ ഉണ്ടാവുന്ന സമയത്തും നമ്മൾ പിന്നെ അതിനെ പഴുത്തതിൻ്റെ ശേഷം റീറ്റെയിൽ ഔട്ട്ലെറ്റ് മുഖാന്തരം കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അയൽവാസികളായിട്ടും വന്ന് മേടിച്ചു പോകാറുണ്ട്. പക്ഷെ ഒരു ഗുണം ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി വളരെ ടേസ്റ്റിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന് കോഴിക്കാഷ്ടം ആണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ അധികം നനയൊന്നും വേണ്ടല്ലോ. ഇതിന് പരിപാലനം വളരെ കുറച്ച് മതി. മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കുക. കാരണം ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിന് ഞങ്ങൾ ഇതിങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് റെഡിയാക്കിയതിൻ്റെ ശേഷം നല്ല വ്യത്യാസം വന്ന് തുടങ്ങിയത്. ഇപ്പോൾ ഇതിൽ ഒരു പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ സമയമല്ല, അത് കാരണം കൊണ്ട് ഇപ്പോൾ കായില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് പാവാൻ വേണ്ടിയിട്ട് വേറെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ തൈകൾ എന്താ വെച്ചാൽ ഈ അറ്റം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റം കൂർപ്പിച്ചതിൻ്റെ ശേഷം നട്ടിട്ട് വേര് പിടിച്ചതിൻ്റെ ശേഷം പിന്നെ മാറ്റി ചെയ്യണം. ഇപ്പം ഞാൻ മതിലിന് ഇതിപ്പോൾ പില്ലർ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഇപ്പം മതിലിന് മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് കൊടുക്കാൻ സ്ഥലം ലാഭിക്കലിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, മതിലിൻ്റെ അടുത്തായിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം നന്നാവും എന്ന് പറയാൻ അറിയില്ല. അത്രയും സ്ഥലം ലാഭിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി കൂടുതൽ ഇപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഫോട്ടോസ് ഇടുന്നുണ്ട്. ഇതിൽ മൊട്ടുകളിട്ട് വന്നിട്ടുണ്ട്. മൊട്ടുകളിട്ട് കഴിഞ്ഞ് ഇനി കായായിട്ട് നിൽക്കുന്ന സമയത്തും പായ പറിക്കുന്നതും ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ ഇടാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള ശീലം എല്ലാവർക്കും ആവാം. പിന്നെ നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ചെങ്കിലും പച്ചക്കറി ഓരോരുത്തരും വിചാരിച്ചാൽ കുറച്ചെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പൈസ ഇപ്പം ആസ്പത്രികളിലൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ പൈസയാണ് വില ഉണ്ട് എന്ന് തോന്നിയാലും അത് ചിലവാക്കിയാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണ പകുതി പൈസ മതിയാവും. അപ്പോൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ കുറച്ചെങ്കിലും പച്ചക്കറികൾ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും. നല്ല ആരോഗ്യം ഇനി വരുന്ന തലമുറയ്ക്കായാലും നല്ല ആരോഗ്യം വരണം. അതിന് നമ്മളല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു ശ്രമം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സജഷൻസ് പറയണം. നിങ്ങളുടെ അടുത്തു നിന്നുള്ള എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ മാനിക്കുന്നു. ശരിക്കും ഞങ്ങളുടെ ഇതിനെ എത്രത്തോളം മെച്ചപ്പെടുത്തിക്കൊണ്ടാവാം എന്നുള്ളത്, ഒരുപാട് കൃഷിയെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അവരുടേതായ സജഷൻ തന്നാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹം. അത് എല്ലാവരെയും പങ്ക് അതിലുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.